ഏതൊരു കാര്യത്തിലും അടിസ്ഥാന തത്വങ്ങളിലുള്ള അറിവാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം. ഓക്കെ, നൗ സ്റ്റിൽ ക്യാമറ. മെയിൻ പാർട്സ് ഓഫ് SLR ക്യാമറ. ലെൻസ് 35, 50, 70 ഇങ്ങനെ 3 ലെൻസുകളുടെ കോമ്പിനേഷനാണ് ഈ സൂം ലെൻസ്. ഷട്ടർ സ്പീഡ് ഈ ക്യാമറയിൽ 1 മുതൽ 2000 വരെയാണുള്ളത്. 1 1/1 ഓഫ് എ സെക്കൻഡ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറയിലേക്കുള്ള ഫിലിമിലേക്ക് ലൈറ്റ് കടത്തിവിടാൻ 1 സെക്കൻഡ് മാത്രം ഷട്ടർ തുറന്നിരിക്കും. 125 1/125 മീൻസ് സെക്കൻഡിന്റെ 125ൽ ഒരു ഭാഗം. അപ്പോൾ 1/2000. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്തുമാത്രം സ്പീഡിലാ ഷട്ടർ തുറന്നടയുന്നത്. പോലെ. എക്സാക്ട്ലി, ഗുഡ്. ഇനി ഓരോ സന്ദർഭത്തിലും ഈ ഷട്ടർ എന്തുമാത്രം തുറക്കണം, പാതി തുറക്കണോ മുഴുവനും വേണോ എന്ന് തീരുമാനിക്കണം. അതിനാണ് അപ്രേച്ചർ. യു ഹാവ് 3.5 to 22 ഹിയർ. നല്ല വെളിച്ചമുണ്ട്, ഷട്ടർ കുറച്ചേ തുറക്കേണ്ടൂ. ദാറ്റ് മീൻസ് 22. ലൈറ്റ് തീരെ കുറവാണ്, 3.5. ഇനിയും അതിലും കുറഞ്ഞ ലൈറ്റ് ആണെങ്കിലോ ബി ഷട്ടർ ഉപയോഗിക്കാം. എത്ര നേരത്തേക്കും. ഫോട്ടോഗ്രാഫറുടെ മനോധർമ്മം പോലെ വെളിച്ചത്തിന്റെ ഈ മായാജാലകം നമുക്ക് നിരുപാധികമായി തുറന്നു വയ്ക്കാം. ഇറ്റ്സ് എ വെരി സിമ്പിൾ ടൂൾ. അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അണ്ണാർക്കണ്ണ, അണ്ണാർക്കണ്ണനും തന്നാലായത്. അച്ചോ, ഓയ്, എന്തിനായിരിക്കും ക്യാമറ ആദ്യം കണ്ടുപിടിച്ചത്? ക്യാമറ കണ്ടുപിടിച്ചത് എന്തിനായിരിക്കും? അതൊക്കെ ദൈവത്തിനെ അറിയാവുള്ളൂ. യുവർ ഫോട്ടോഗ്രാഫർ, യു മസ്റ്റ് നോ ഇറ്റ്. പോടാ, ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ നിന്റെ അമ്മച്ചിക്കേ അറിയാവൂ. യോ, ദേ വന്നു. എന്താ അച്ഛനും മോനും കൂടെ ഒരു കള്ളത്തരം? വാ, ഞങ്ങളുടെ കർത്താവിന് സൺഡേ ഒറ്റ ദിവസം ചെന്ന് പറഞ്ഞാൽ മതി, കംപ്ലീറ്റ് കാര്യങ്ങൾ പിടികിട്ടും. കുളിക്കുകയും വേണ്ട, സൗകര്യം തന്നെ. ഡെയിലി ഒരേ കാര്യം തന്നെ പറഞ്ഞാ ദൈവത്തിന് ബോറടിക്കൂലേ അച്ഛാ? അച്ഛന്റെ കൂടെ കൂടിയിട്ട് അവനൊരു ഡൗട്ട് ചോദിച്ചല്ലേ. ഞങ്ങൾ അഹിന്ദുക്കൾ പിന്നെ എന്ത് ചെയ്യും? ഇല്ലടാ, അച്ഛാ, മറ്റേ കാര്യം പറയട്ടെ. ഏത് കാര്യം? അമ്മേനെ അമ്മച്ചി എന്ന്. അതോ? എടാ, എന്റെ അമ്മച്ചിയെ ഞാൻ അമ്മച്ചിയെന്നല്ലേ വിളിക്കുന്നത്. എനിക്ക് അങ്ങനെ നാക്കേ വരും. അതിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? പ്രായം കൂടുന്തോറും വികൃതി കൂടി വരിക. ഒരു വക പറഞ്ഞ കേക്കണ്ടേ? ഡീജോ ചീത്ത പറയാഞ്ഞിട്ടാ. നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ട് നീ നടന്നോ? നീ എന്നെ കിട്ടിയില്ല. ഞാനും തഥേവ. പിന്നെ അങ്ങനെ അടി അവൻ നമ്മുടെ രണ്ടാളുടെ അല്ലയോ മോൻ. ഡീജോയ്ക്ക് എല്ലാം തമാശയാ. കുട്ടികളാവുമ്പോ കുറച്ച് അനുസരണയൊക്കെ വേണം. അമ്പലത്തിലെ പായസം. സ്മൈൽ പ്ലീസിൽ ഫോട്ടോ വല്ലതും വിറ്റോ? വരുന്ന ആഴ്ച ആനന്ദവല്യാന്റിയുടെ മോളുടെ കല്യാണോ. അവര് രണ്ടുപേരും കൂടി ഇവിടെ വന്ന് ക്ഷണിച്ചതാ. നോക്കണ്ട, എനിക്ക് സാരി വേണം. അടുത്ത വീട്ടിലൊരു കല്യാണം ആവുമ്പോ ഒരു സാരി വാങ്ങിക്കുന്നത് ആർഭാടമൊന്നുമല്ല, ആവശ്യം തന്നെയാ.
ഗുഡ് മോർണിംഗ്. ആ, നീ അറിഞ്ഞില്ലേ നമ്മുടെ ദേശാഭിമാനിയിലെ ഫോട്ടോഗ്രാഫർ വിപ്ലവം ബാലേട്ടൻ മരിച്ചുപോയി. അയ്യോ, എപ്പോ? ഇന്നലെ രാത്രി വണ്ടിക്ക് തലവെച്ചതാ, സൂസൈഡ്. നോ. ഞങ്ങൾ അങ്ങോട്ടാ. നിനക്ക് വീടറിയോ? അറിയാം. നീ പിടിക്കൊന്നും വേണ്ട, ഞാൻ വീടില്ല. smile.please.in. കാശ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഹാപ്പി ഗോ ലക്കി. യു ആർ റൈറ്റ്. ബാലേട്ടനെ എല്ലാരും എന്താടോ വിപ്ലവം ബാലേട്ടൻ എന്ന് വിളിക്കുന്നേ? കളിയാക്കി വിളിക്കുന്നതല്ലേ? എന്തിനു വേണ്ടിയാടോ ആ നരകയാതനകളൊക്കെ ഞങ്ങൾ സഹിച്ചത്? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. ഇന്നെല്ലാവർക്കും ഞങ്ങളൊരു തമാശയാ. വിപ്ലവകാരികൾ തോറ്റുപോയിരിക്കും, വിപ്ലവം തോറ്റിട്ടില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ശരിക്കു പഠിച്ച നിനക്കത് മനസ്സിലാവും. ആ, നീ പോ. ഇനി ഞാൻ ഒറ്റയ്ക്ക് പോവും. ശലഭസുന്ദരിമാരെ, നിങ്ങൾ അറിയുക, നാഷണൽ ജിയോഗ്രാഫിക് ലോകത്തിലെ എണ്ണം പറഞ്ഞ മാഗസീനാ. അതിലൊരു പടം അടിച്ചു വരുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. വേണമെങ്കിൽ മതി. ആനന്ദവല്ലി ആന്റിയുടെ മോളുടെ കല്യാണമാണ്. അയലത്തൊരു കല്യാണം ആവുമ്പോ സത്യക്കൊരു പട്ടുസാരിയൊക്കെ മോഹിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. ഉണ്ടോ? ഫ്രണ്ടിനെ കൂട്ടാൻ പോയതാ?
സ്മൈൽ പ്ലീസ്. ഓക്കേ. ആദിവാസി സമൂഹം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ വേണ്ടവിധം പഠിക്കാതെയാണ് ഇന്നോളം വന്ന സർക്കാരുകൾ ആദിവാസികളുടെ കാര്യത്തിൽ ഇടപെട്ടത്. വാഗ്ദാനം ചെയ്ത ഭൂമിക്ക് വേണ്ടി വനഭൂമി കയ്യേറി ഇന്നിവർ നടത്തുന്ന കുടിൽകെട്ടി സമരത്തെയും അതേ അലംഭാവത്തോടെയാണ് ഭരണകൂടം നോക്കിക്കാണുന്നത്. കേരളത്തിലെ ആദിവാസികളുടെ ജീവിത പ്രശ്നത്തിലേക്ക് ഞങ്ങൾ ലോകശ്രദ്ധ ആവശ്യപ്പെടുകയാണ്. ഈ കുടിൽകെട്ടി സമരം ആദിവാസികളുടെ പോരാട്ടമല്ല, വിലാപമാണ്. പോരാടാനുള്ള കരുത്ത് ഇന്നിവർക്കില്ല. ഇനിയും ഇവരോടുള്ള നിലപാടുകളിൽ മാറ്റം വരുന്നില്ലെന്ന് വന്നാൽ പോരാടാനുള്ള കരുത്തും ഇവർ ആർജിക്കുക തന്നെ ചെയ്യും. എന്താ മണി, നീ സമരത്തിന് ചേർന്നോ? വീട്ടിൽ പോയിന്നോ? ആ, എവിടെ താമി? നീ എവിടെയോ കളിക്കുന്നു. നീലി അണ്ണ ഇല്ലിക്കോ എന്നെ അണ്ണാ അല്ലേ ഓടി പോയി കറുത്തോട്ട് വാ. പോയി കത്തിട്ട് പാ, വേഗം പാ. എങ്ങോട്ടാടാ? പൂമ്പാറ്റ പണം പിടിക്കാൻ പോണ്. വാ. ആ, അണ്ണന്മാര് നല്ല വീലാണല്ലോടാ. ഞങ്ങളുടെ മൂപ്പം പാറ്റിയതാ. കാവിന്റെ അടുത്ത് പോവാ, അവിടെ നിറച്ചും പൂമ്പാറ്റയാ. തുമ്പിയുണ്ട്. ആ, കിട്ടിയോ? ആ, കൊറേ കിട്ടിയോ? കൊറേ കിട്ടി. ഇവിടെ പൂജയും വിളക്ക് വെപ്പൊന്നുമില്ലേ? താഴത്തമ്പലത്തില് ഉത്സവത്തിന് വന്ന് വിളക്ക് വെക്കും. വാ, നീ ആ തറയിലോട്ട് കയറിയിരിക്കേ, ഞാനൊരു ഫോട്ടോ എടുക്കാം. ഞാനില്ല, സുധില്ലാണ്ട് അവിടെ കയറി സ്വാമി കൊടുക്കും. നിനക്ക് എന്താ ശുദ്ധി? അങ്ങോട്ട് കയറിയിരിക്കേ. എനിക്ക് പാടുണ്ട്. കേറിയിരിക്കടാ, ഇരിക്കേ. താമി എന്നടേ സ്വാമിയും. ആ, ചിരിക്കേ, ചിരിക്കടാ. www.pleasE.in. ഇപ്പോ ലോകത്തെവിടിരുന്നും ഇതിലുള്ള ഫോട്ടോസ് കാണാം. ആവശ്യക്കാർക്ക് വാങ്ങാം. അപ്പൊ പൈസയോ? ആ, പൈസ വേണമല്ലോ. ഇതാ കാശ്. ഇതാണ് പ്ലാസ്റ്റിക് മണി. ഇതിലുള്ള ഈ നമ്പർ വെച്ചാണ് കളി. എന്റെ ഫോട്ടോ ഇതിലിടോ? ഇല്ല, ഇതെന്റെ മോനെ കാണിക്കാനാ. വാ, വാ. നീലെ പെറ്റപ്പോഴല്ല എന്റെ അമ്മ മറ്റത്. പിന്നെ അപ്പം കുടിച്ചിട്ടില്ല. ഇനി ഞാൻ വലുതായ തോട്ടത്തിൽ പണിക്ക് പോകുമ്പോ അപ്പം കുടിക്കും. അതെന്താ? ഇപ്പൊ എന്നെ നീലെ നോക്കാൻ അപ്പം മാത്രമേ ഉള്ളൂ, അതാ. ബാ.
എന്താ എടാ താമി, എന്താ അപ്പാ 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 പോ. അപ്പൻ നീലി ഹലോ, ആ ഞാൻ പോയിരുന്നേ ഉള്ളൂ. വഴിയല്ല, ബസ്സിലാ. വഴിക്ക് ബൈക്ക് കടയിൽ പോയി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഏത് നേരത്തും ഈ കാർട്ടൂൺ ഒന്ന് ശബ്ദം കുറക്കടാ. ഇല്ല പാട്ടി, ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഇപ്പൊ എത്തും. വേണ്ട പാട്ടി, പാട്ടി വരണ്ട. നിന്റെ അച്ഛന് ഒരു സ്നേഹവും ഇല്ലടാ. പോയാ പിന്നെ വീട്ടിൽ കാത്തിരിക്കുന്നവരെ പറ്റി ചിന്തയില്ല. പാട്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങെത്തും. അച്ഛനെന്ന് വരും. He told me. അതൊക്കെ ഞാൻ പറഞ്ഞു.
മാധ്യമപ്രവർത്തകരെയും ഫോട്ടോഗ്രാഫർമാരെയും സംഘർഷ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ച പോലീസ് പ്രദേശം വളഞ്ഞു കഴിഞ്ഞതായാണ് സൂചന. കാട്ടുതീയുണ്ടായതിനെ ചൊല്ലി വനപാലകരെ ആദിവാസികൾ ബന്ദികളാക്കിയതോടെ സമരത്തിന്റെ രൂപം മാറുകയായിരുന്നു. പറയാൻ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. DGP അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ വിവരങ്ങൾ അറിവായി. ആദിവാസികൾക്ക് വെടിയേറ്റൊന്നും കേൾക്കുന്നുണ്ടല്ലോ. സോറി, മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ഊഹാപോഹങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. റിജോ, നിനക്കറിയില്ല ഇവിടുത്തെ സിറ്റുവേഷൻ. അതാ അതെ, ഞാനങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ ഈ ഫോട്ടോസ് പുറത്തുവിട്ട മന്ത്രിസഭ രാജിവെക്കേണ്ടി വരും. ഞാനടക്കം എല്ലാവരും. ഈ സിറ്റുവേഷനിൽ ഇവന്റെ പ്രൊട്ടക്ഷൻ നല്ലത് മറിച്ച് ചിന്തിക്കുന്ന ഇമ്പോർട്ടന്റ് വിറ്റ്നസ് ആണ്. കുറെ കൂടി ഇന്റലിജന്റ് ആയിട്ട് വേണം മൂവ് ചെയ്യാൻ. രാഷ്ട്രീയമാണ് സംടൈംസ് വെരി ക്രൂവൽ. ഹലോ. അച്ഛാ, ആ ഞാൻ ഇറങ്ങാൻ പോവാണേ. മോൻ കിടന്നോ? അച്ഛൻ വേഗം വന്ന് അടുത്ത് കെട്ടിപ്പിടിച്ച് കിടന്നോളാം കേട്ടോ. ആ തൽക്കാലം ഇവന് താമസിക്കാൻ വല്ലയിടവും നോക്കാം. വീട്ടിലേക്ക് ഏതായാലും കൊണ്ടുപോണ്ട. പാട്ടി വന്നിട്ടുണ്ട്. അയ്യോ, ഒന്നും പറയണ്ട. ഇതെപ്പ ലാൻഡ് ചെയ്തു? അയ്യോ, ഒച്ച ഉണ്ടാക്കണ്ട. ഇപ്പൊ ഉണർന്നു പോയാ പിന്നെ ഉറക്കം വരില്ല എന്ന് പറഞ്ഞ കിടന്നത്. ഈശ്വര, വാ 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 വാ. കഴിക്കാൻ എന്താ? ഒന്നും വേണ്ട, ഞാൻ കഴിച്ചു. ഇങ്ങോട്ട് പോരുമ്പോ പിന്നെ ഇവിടെ വന്ന് കഴിച്ചൂടെ? വല്ലാതെ വിശന്നു. പാലുണ്ടേ ഒരു ഗ്ലാസ്? അയ്യോ, പാല് തീർന്നല്ലോ. ആ, ഞാനൊന്ന് കുടിച്ചിട്ട് വരാം. വല്ലാത്ത ക്ഷീണം. ബൈക്കിന് എന്താ പറ്റിയേ? അതെന്തോ സ്റ്റാർട്ടായില്ല. വയനാട്ടിൽ എന്തൊക്കെയോ പ്രശ്നമെന്ന് ടിവിയിൽ കണ്ടു. ആദിവാസികൾ പോലീസുകാരെ വെട്ടിക്കൊന്നോ? ഡിജോ ഒന്നും അറിഞ്ഞില്ലേ? ആ, നീ കാലത്ത് എണീറ്റോ? പാട്ടിയെ പേടിച്ചിട്ടാണെങ്കിലും കാലത്ത് ഇങ്ങനെ കുളിച്ച് കുറിയിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത് കാണാനൊരു ഐശ്വര്യ. என்னடி காலங்காத்தால ரொமான்ஸா? அதுக்கு தான் ராத்திரி நேரத்தை வீட்டுக்கு வரணும்னு பறையணுது. இவன் என்ன தூங்குறானா? பாட்டி, ஆஹா, ஸ்கூல் போற பசங்க காலையே 4 மணிக்கு எழுந்து படிக்கணும். அம்பி, ஒரு காரியம் ரொம்ப நாளா உங்ககிட்ட சோதிக்கணும்னு விசாரிக்கணும். എന്നാ ചോദിച്ചോ? ഇതാവും ചിലപ്പോ അതിന് പറ്റിയ മുഹൂർത്തം. എന്താ? நீ எங்கன என் பேரக்குட்டிய வடையில் வீச்சிய? என்ன அடக்கமான பொண்ணா இருந்த. எத்தனை ஆலோசனம் எனக்கு ஒன்றும் கிட்டிட்டு.
நீ அன்னைக்கே ஒரு பெருந்தடியன். வயசும் இருக்கிற விட அதிகமா தெரியுது. പാട്ടി സത്യയുടെ ആ ഫോട്ടോസ് കണ്ടോ? ആ ഞാൻ എടുത്തതാ. അവൾ ആദ്യം ഇഷ്ടപ്പെട്ടത് ആ ഫോട്ടോയാ. പിന്നെ എന്നെ കുറെ കാലം പുറകെ നടത്തി. ஆஹா அதானே பார்த்தேன். അച്ഛനമ്മയും പടിയടച്ച് പുറത്താക്കിയിട്ടും അവൾക്ക് ഒരു കുലുക്കവുമില്ലല്ലോ. நீ பயங்கரமான ஆளுடா, உன்னை நம்பவே முடியாது. ஞானம் போழே ஞாயிறு போட்டி, சூர்யா போட்டி, சுந்தரா போட்டி, வீரியா போட்டி, வினைகள் கழுவாய், எங்கள் குறைகளெல்லாம் தீர்க்கும் திங்களை போட்டி, திருவள்ளுவர் தருவாய், சந்திரா போட்டி, தற்குள் போட்டி, சங்கடம் தீர்ப்பாய், சதுரா போட்டி, சிறுபொருமணியே, செவ்வாய் தேவை, குறைவாய், குணமுட. நாசரி குட்டியானா இப்பொழுது விசாரம். 2ஆம் கிளாஸ் பையன் வாரி விட்டாத ஒத்தைக்கு கழிக்க அறியல. മതി, വാ കുലുക്കുഴി. അമ്പി, அந்த போட்டோவில் உள்ளது யாரு? ആ അത് ഫോട്ടോ അല്ല, പെയിന്റിങ്ങാ. എൻ്റെ ഒരു സ്നേഹിതൻ വരച്ചതാ. കൊള്ളാം. பேர் என்ன நேதண்ட? அம்பி, பேர் சொல்லல. കോശി. ബൈക്ക് എടുക്കാൻ എപ്പോഴാ പോണേ? പോണം. വടാ. கோசின்னு பறஞ்சா கிறிஸ்டியானியா அல்ல அம்பி? ആ അതെ. டி, அது ஏதோ கிறிஸ்டின் தெய்வத்தோட படம் தாண்டி. ഷോ, എനിക്ക് അറിയില്ല പാട്ടി. அவன் பயங்கரமான ஆளுடி, அவனை நம்ப முடியாது. നിങ്ങളോ? ആ, എന്ത് വേണം? ഇവിടെയുള്ളൊരു കുട്ടിയെ കാണാനാ. കുട്ടിക്ക് പേരില്ലേ? താമി. ആ, രജിസ്റ്റർ നോക്കണം. അങ്ങോട്ടിരുന്നോ. നിന്നോടൊക്കെ പോവാൻ പറഞ്ഞു. രജിസ്റ്ററിൽ താമി എന്നൊരു പേരില്ലല്ലോ. അത് മിനിസ്റ്റർ കൊണ്ടുവന്നാക്കിയതാ. നീ കുട്ടിയെ കാണിച്ചു കൊടുക്ക്. ശരി മാഡം. ആ, നിനക്കിപ്പോ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പോയി നീലയെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. പ്രോമിസ്. കരയല്ലടാ, നീലിക്കൊന്നും പറ്റിയിട്ടില്ല. പോട്ടെടുക്കുമ്പോഴേ പറഞ്ഞതല്ലേ തറയിൽ കയറുന്ന സ്വാമി കോപിക്കുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനൊക്കെ ഉണ്ടായത്.
ഇവിടെ ഒന്ന് കയറി ഇരുന്നതിന്റെ ശിക്ഷയാ ഇതൊക്കെയെന്നാ താമി വിശ്വസിക്കുന്നത്. എങ്കിൽ തെറ്റുകാരൻ അവനല്ലല്ലോ, ഞാനല്ലേ? You take me. You can't be so cruel. അന്നൊന്ന് കണ്ടതല്ലേ ഉള്ളൂ. ഒന്ന് നേരെ കണ്ടുവയ്ക്കേണ്ട ആളാണല്ലോ എന്ന് തോന്നി വിളിപ്പിച്ചതാ. ഇനി പൊയ്ക്കോ. ആ ചെറുക്കൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലേ? ഏതായാലും സാറ് വിളിച്ചിട്ട് വന്നതല്ലേ, അല്പം ഇരുന്നിട്ട് പോവാം. കുട്ടികൾക്ക് ഇതെന്താ ഇവിടുത്തെ ശിക്ഷാവിധിയ? ഞാനൊരു വലിയ ധാർമ്മിക പ്രശ്നത്തിലാ സാറേ. ഈ താമിയുടെ ഒരു അനിയത്തി കുട്ടിയുണ്ട്, നീലി. അന്ന് മിസ്സിങ്ങാ. നീലിയെ കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് ഞാൻ താമിക്ക് പ്രോമിസ് ചെയ്തു. പക്ഷെ കുട്ടിയെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല. ഒഫീഷ്യൽ റെക്കോർഡ്സിലൊന്നും അങ്ങനെ ഒരു നീലിയില്ല. സർക്കാരിൻ്റെ ലിസ്റ്റിൽ ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, കാണാതായിട്ടുമില്ല. ഞാനൊടുക്കം കാട്ടിലെ മൃഗങ്ങളുടെ കാനേഷുമാരി നോക്കി. ഈ താമിയും ലിസ്റ്റിലില്ല.